മക്കളെ, നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് നമ്മുടെ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ചോദ്യം എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളൊരു ട്രിക്കി ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എക്സാമിന് ഈ ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഉറപ്പുള്ള ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കണ്ടേ? യെസ്. അപ്പൊ 8 മാർക്കിനാണ് ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ മക്കളെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് TFCയും TVCയും തന്നിട്ടുണ്ട്. TC കണ്ടുപിടിക്കണം, AVC കണ്ടുപിടിക്കണം, SACയും SMCയും കണ്ടുപിടിക്കണം. ഭാഗ്യത്തിന് എന്തില്ല, AFC ചോദിച്ചിട്ടില്ല, അവര് മറന്നുപോയതാണോ നമുക്ക് അറിയത്തില്ല. എന്നാൽ നമുക്ക് ഇത്ര മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. SA ക്വസ്റ്റ്യൻ പോലുള്ള ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ SA എഴുതുമ്പോഴത്തേക്കും ഒരുപാട് എഴുതേണ്ടി വരും. പക്ഷെ സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്താൽ തന്നെ നമുക്ക് 8 മാർക്ക് ഇവിടെ നമ്മുടെ കയ്യിലാവും. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, TC കണ്ടുപിടിക്കാം. TC എന്ന് പറയുന്നത് എന്താണ് മിസ്? അത് വേറൊരു ടേബിൾ ആക്കി ഇപ്പുറത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. TC എന്ന് പറയുന്നത് എന്താണ്? TFCയുടെയും TVCയുടെയും സമ്മാണ് അല്ലെ. TC എന്ന് പറയുന്നത് എന്താണ്? TC is equal to TFC plus TVC. നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് എഴുതാം. ഇത് എത്ര വരും? 100 തന്നെ വരും. ഇവിടെ മക്കളെ അറിയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVCയും 0 ആകും. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി ഔട്ട്പുട്ട് 0 ആകുന്ന സമയത്ത് നമ്മുടെ TC TFCക്ക് ഈക്വൽ ആകും. അതുകൊണ്ടാണ് രണ്ടും നോക്കിക്കേ, 100ഉം തന്നെ അല്ലേ വന്നിരിക്കുന്നത്. യെസ്. രണ്ടാമത്തെ എത്ര വരും? 200 വരും. ഇവിടെ 100 പ്ലസ് 200 300, 300 പ്ലസ് 100 400, 400 പ്ലസ് 100 500. അപ്പൊ TC നമുക്ക് 100 200 300 400 500 തന്നെ വരും അല്ലെ, കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AVC ആണ്. AVC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? TVCനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? Q കൊണ്ട്, ക്വാണ്ടിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. TVC നമ്മുടെ കയ്യിലുണ്ട് 0 100 200 300 400 എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ TVCനെ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഫസ്റ്റ് ഏതാണ്? 0. ഇത് 0 തന്നെ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് മിസ് ഇങ്ങനെ ഒരു ഡാഷ് ഇട്ടോ, അല്ലെങ്കിൽ 0 ഉണ്ടെങ്കിൽ 0 ഇടാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഏതാണ് കണക്ക്? 100/1 എത്രയാണ്? 100 തന്നെയാണ് വരുന്നത്. ഇനി 200/2 എത്രയാണ്? 100 തന്നെയാണ് വരുന്നത്. 300/3 എത്ര തന്നെയാണ്? 100 തന്നെയാണ് വരുന്നത്. 400/4 എത്ര തന്നെയാണ് വരുന്നത്? 100 തന്നെയാണ് വരുന്നത്. അപ്പം AVC 100 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കിക്കേ, SAC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? SAC എന്ന് പറയുന്നത് ACയും സെയിം ആണ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് TCനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? TCനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. TC എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ TCനെ ഈ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എത്ര തന്നെ വരും? 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, 0 തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 200/1 എന്ന് പറയുന്നത് എത്രയാണ്? 200 തന്നെയാണ് അല്ലെ. ഇനി 300/2 എത്ര കിട്ടും? 300നെ 2ഉം ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 150 ആണ്. എത്രയാണ്? 150 ആണ്. ഇനി 400/3 എത്രയാണ്? 400/3 എത്ര വരും? 133. 133.333 എന്ന് വരും. 2 3 നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ഇനി അടുത്ത എത്രയാണ്? 500/4, 500/4 125. മക്കളെ നോക്കിക്കേ, SAC എന്ന് പറയുന്നത് TCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. TC ദേ ഇതാണ്. മാറിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 100നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡാഷ് ഇട്ടിരിക്കുന്നത്. 200നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 200 തന്നെയാണ് കിട്ടുന്നത്. 300നെ 2 ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 150 ആണ് 300. അപ്പൊ പകുതി 150 വരും. 400നെ എന്ത് ചെയ്യാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 400നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് 133.333 എന്ന് പറഞ്ഞു വരും. ഇനി 500നെ 4 ആക്കാണ്. എത്ര 4 ചേർന്നാണ് 500 ഉണ്ടാകുന്നത്? അപ്പൊ 500/4 എന്ന് പറയുന്നത് എത്രയാണ്? 125 4കൾ ചേർന്നാണ് 500 ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചു. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ്? SMC. ചിലർക്ക് SMC ആണ് കുറച്ചുകൂടി ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. SMCയുടെ ഫോർമുല ΔTC/ΔQ എന്നാണ്. പക്ഷെ നമുക്കൊരു എന്തുണ്ട്, നമ്മളൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഔട്ട്പുട്ട് 1 വെച്ചാണ് കൂടുന്നത്. കാരണം ഔട്ട്പുട്ടിന്റെ ഡിഫറൻസ് 1 ആണ്. ആണോ? 1 2 3 4 4 പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? TCN - TCN - 1.
നമ്മൾ എടുക്കുന്ന ടി സി മൈനസ് അതിന് മുന്നത്തുള്ള ടി സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ മുകളിലേക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്കൊന്നും ഉണ്ടാവില്ല, 0 തന്നെയായിരിക്കും വരുന്നത്. ഇനി മക്കളെ ഇവിടെ നോക്കിക്കേ, 200, അതായത് 200 മൈനസ് അതിന് മുന്നത്തെ ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് 1 ഇങ്ങനെയാണ് പോകുന്നത്. 200-ൽ 100 പോയാൽ എത്ര? നമുക്ക് ആൻസർ 100 ആണ്. ഇനി ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് 1 300-ൽ എത്ര കുറയ്ക്കുക? 200 കുറയ്ക്കുക, എത്ര കിട്ടും? 100 തന്നെ കിട്ടും. ഇനി 400 മൈനസ് 300 ടി സി എൻ, അതായത് നോക്കിക്കേ, ഔട്ട്പുട്ട് നേരെയുള്ള ടി സി മൈനസ് അതിന് മുന്നത്തുള്ള ടി സി എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇനി 500 മൈനസ് 400 എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടും. അപ്പൊ SMC 100 100 100 എന്ന് പറഞ്ഞ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങളൊരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്തത്? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്തത്. ഈ നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തരും, അവിടെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിക്കും? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. മക്കളെ, ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ലോജിക്കും കൂടെ നമുക്ക് ഇവിടെ വേണം. മിസ് അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കാൽക്കുലേറ്റർ ഇവിടെ അടുത്തുണ്ട്. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ? ഔട്ട്പുട്ട് നോക്കിക്കേ, 1 2 3 4 തന്നിട്ടുണ്ട്. നമുക്ക് ടി സി ആദ്യം തന്നിട്ടുണ്ട്, ഇടയ്ക്കുള്ള TVCയും തന്നിട്ടുണ്ട്, ഇടയ്ക്കുള്ള TC തന്നിട്ടുണ്ട്, ഇടയ്ക്കുള്ള ഒരു MC തന്നിട്ടുണ്ട്. ഇത് ഇത്രയും വെച്ച് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ എന്തും 0 ആകും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റും 0 ആകത്തില്ലേ? ആകും. ഇനി ഔട്ട്പുട്ട് 0 ആകുന്ന സമയത്ത് TC എന്തിന് ഈക്വൽ ആകും എന്ന് നമ്മൾ പഠിച്ചത്? TFCക്ക് ഈക്വൽ ആകത്തില്ലേ? അപ്പൊ TFC എത്ര വരും? 100 തന്നെ വരും. ബാക്കിൽ അങ്ങോട്ട് 100 100 100 100 എന്ന് തന്നെ വരും. 100 100 100 തന്നെയാണ് വരുന്നത്. ഇത് നമുക്കറിയാം, TC എന്ന് പറയുന്നത് TFCയുടെയും TVCയുടെയും സമ്മല്ലേ? TC ഈസ് ഈക്വൽ ടു TFC പ്ലസ് TVC അല്ലേ? ഇവിടെ എത്ര വരും? 200 എന്ന് പറഞ്ഞു വരും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് എത്ര വരും? 500 എന്ന് പറഞ്ഞു വരും അല്ലെ? ഇവിടെ നമുക്ക് TVC ഇല്ലേ? TVC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? TCയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? TFC മൈനസ് ചെയ്താൽ മതി. ഇവിടെ TC ഉണ്ട് 375 മൈനസ് TFC 100 ആണ്. എത്ര വരും? ഇവിടെ 275 എന്ന് വരും. ഓക്കെ, കിട്ടിയില്ലേ? ഇത്രയും കിട്ടിയില്ലേ? ഇനി ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കാം അല്ലെ? ഇവിടുത്തെ TC നമുക്ക് കണ്ടുപിടിച്ചൂടെ മക്കളെ? ഇവിടുത്തെ TC നമുക്ക് കണ്ടുപിടിച്ചൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MCD ഇക്വേഷൻ എന്താണ്? TCN മൈനസ് TCN മൈനസ് 1 അല്ലേ? അപ്പൊ നമുക്ക് TCN അല്ലേ കണ്ടുപിടിക്കേണ്ടത്? കാരണം ഇവിടുത്തെ TC മൈനസ് മുന്നത്തെ TC അല്ലേ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ TC അറിയൂല, അതായത് TCN നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെയ്യാം കേട്ടോ. TCN എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. മൈനസ് MC നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 75 എന്നാണ്. 75 ഈസ് ഈക്വൽ ടു TCN അറിയാതെ അതിട്ടു. TCN മൈനസ് 1 എത്രയാണ്? അതിന് മുന്നത്തുള്ള TC എത്രയാണ്? 200 ആണ്. അപ്പോ TCN എന്ന് പറയുമ്പോഴത്തേക്കും ഈ 200 ഇപ്പുറത്തേക്ക് വരും. എത്ര വരും? 200 പ്ലസ് 75 എന്ന് വരും അല്ലെ? TCN ഇപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും എത്ര വരും? 275 എന്ന് വരും. അപ്പൊ ഇവിടെ എത്ര കിട്ടി നമുക്ക് ആൻസർ? 275 എന്ന് കിട്ടി. എത്ര കിട്ടി? 275 എന്ന് കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം TVC പിന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്നും TFC മൈനസ് ചെയ്താൽ മതി. 275 മൈനസ് 100 എത്ര വരും? 175 എന്ന് വരും അല്ലെ? 175 എന്ന് വരും. അപ്പൊ നമുക്ക് TFC കിട്ടി, TVC കിട്ടി, TC കിട്ടി. ഇനി MC കണ്ടുപിടിക്കാൻ വേറെ പാടൊന്നുമില്ലല്ലോ. ആദ്യത്തെ നമുക്ക് 0 ആണ് വരുന്നത്. ഈ TCN മൈനസ് 1 മുന്നത്തെ TC എത്രയാണ്? 200 മൈനസ് 100 എത്ര കിട്ടും നമുക്ക്? 100 എന്ന് കിട്ടും. ആൻസർ ശരിയല്ലേ? കിട്ടി. ഇവിടെ 75 തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ TC മൈനസ് ഈ TC ചെയ്യേണ്ടത്? ഇവിടെ 75 ആണോ ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യണ്ടേ? 275 നിന്ന് 200 പോയി കഴിഞ്ഞാൽ 75 അല്ലേ വരുന്നത്? ആണ്. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്. ഇനി 375 നിന്ന് എന്ത് മൈനസ് ചെയ്യാണ്? 275 മൈനസ് ചെയ്ത് നമുക്ക് 100 അല്ലേ കിട്ടുന്നത്? അല്ലേടാ, ഇത് ഔട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. 100 തന്നെയാണ് വരുന്നത്. ഒരു ഡൗട്ടും തന്നെ വരുന്ന ആവശ്യമില്ല. ഇനി 500 മൈനസ് എത്രയാണ്? 375. 500 മൈനസ് 375 എത്ര വരും? 125 എന്ന് വരും നമ്മൾക്ക് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കിക്കേ, TC നമുക്കറിയാം, TFCയുടെയും TVCയുടെയും സമ്മാണ് TC എന്ന് പറയുന്നത്. ശരിയാണോ നോക്കാവേ. ഇവിടെ 100 തന്നെയാണ് വരുന്നത്. ശരിയാണ്. ഇവിടെ 200 ആണ് വരുന്നത്. ശരിയാണ്. 100 പ്ലസ് 175 275.
100 പ്ലസ് 275 375, 100 പ്ലസ് 400 500. അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എം സി ആണ് നോക്കേണ്ടത് അല്ലെ. എം സി ആണ് നോക്കേണ്ടത്. എം സി നോക്കിക്കേ. എം സി നമുക്കറിയാം TCN മൈനസ് TCN മൈനസ് 1 ആണ്. ഉള്ള TC അതിന്റെ മൈനസ് മുന്നത്തെ TC. ആദ്യം നമുക്കൊന്നും ചെയ്യാനില്ല, മേളിലൊന്നും കമ്പയർ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ 0 തന്നെ ഇട്ട് വെച്ചു. ഇവിടെ 0 എന്നും എഴുതാം, ഡാഷ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ മിസ് ഡാഷ് എന്നിട്ടതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, ഈ TC മൈനസ് അതിന് മുന്നത്തെ TC 100 ആണ് ആൻസർ. 200 100 പോയി കഴിഞ്ഞാൽ 275 മൈനസ് 200 75. അത് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. 375 മൈനസ് 275 100. കറക്റ്റ് അല്ലേ? ആണ്. 500 മൈനസ് 375 125. എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. കുറച്ച് ലോജിക്ക് ആലോചിച്ചാൽ മതി. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. 4 മാർക്കിന് കുറച്ചധികം ട്രിക്കിയാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയില്ലേ? സെറ്റായിട്ട് ആൻസർ കിട്ടിയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്നും കോസ്റ്റിന്റെ ഭാഗത്ത് നിന്നും പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് വരുന്ന ഭാഗത്തുള്ള മാർക്കെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. മക്കൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഓണം എക്സാം.